കാർഷിക സർവകലാശാലയിലെ ധനപ്രതിസന്ധി മറികടക്കാൻ വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് ഇരട്ടിയിലധികം ഉയർത്താനുള്ള നീക്കത്തിനെതിരെ ABVPയുടെ രാപ്പകൽ സമരം. ABVP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക സർവകലാശാലയിലെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ തുടർന്ന് നട്ടം തിരിയുന്നതിനെ തുടർന്നാണ് ഈ സെമസ്റ്റർ ഫീസുകൾ അടക്കം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് അക്കാദമിക് കൗൺസിലിന്റെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. ഈ കൗൺസിലിന്റെ തീരുമാനം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ABVPയുടെ നേതൃത്വത്തിൽ ഈ കാർഷിക സർവകലാശാലയ്ക്ക് മുന്നിൽ ഇന്ന് രാപ്പകൽ സമരം ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ ഇന്ന് രാവിലെ ആരംഭിച്ച സമരം സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതായത് ഇവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ തീരുമാനം പിൻവലിക്കണം എന്നുള്ള ഒരു ആവശ്യത്തെ തുടർന്നാണ് ഈ ഒരു സമരം നടത്തുന്നത്. ഇത്തരത്തിൽ പിൻവലിച്ചില്ലെങ്കിൽ കൃഷി മന്ത്രിയെ വഴിയിൽ തടയുന്നത് അടക്കമുള്ള സമരങ്ങളിലേക്ക് മാറുമെന്നും ABVP മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ആരംഭിച്ച സമരം നാളെ വരെ തുടരും. ഈ ഒരു തീരുമാനം അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുമെന്നും ABVP വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവിക, എന്ത് ന്യായീകരണമാണ് ഇപ്പോൾ സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? ധനപ്രതിസന്ധി മാത്രം കൊണ്ടാണോ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ കഴുത്തറത്ത സെമസ്റ്റർ ഫീസ് ഇരട്ടിയാക്കി ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത് എന്നാണോ അവർ പറയുന്നത്? തീർച്ചയായിട്ടും ഈ തീരുമാനം കൈക്കൊണ്ടിട്ട് കുറച്ച് നാളുകളായിരുന്നു. ഒരാഴ്ചയിലധികമായി ഈ തീരുമാനം ഇവർ കൈക്കൊണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് അടുത്ത വർഷം തൊട്ട് പ്രാവർത്തികമാക്കുന്നതിനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ അധികമായിട്ട് വർദ്ധിപ്പിച്ച ഫീസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ABVPക്ക് ഒപ്പം തന്നെ SFI അടക്കമുള്ള ഭരണ അനുകൂല സംഘടനകളും സമരത്തിലാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയേണ്ട PhD വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് 18,780 എന്നത് 60,000 10 ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ PG വിദ്യാർത്ഥികളുടെ ഫീസ് 17,845 എന്നത് 55,000 ആക്കിയും ഡിഗ്രി വിദ്യാർത്ഥികളുടേത് 12,000 എന്നത് 50,000 രൂപയാക്കിയാണ് ഉയർത്തിയിട്ടുള്ളത്. അതായത് സാധാരണ നിലയിൽ സാമ്പത്തികപരമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു ആശ്രയ കേന്ദ്രമായിരുന്ന ഈ കാർഷിക സർവകലാശാലയിൽ ഈ ഫീസ് വർധനവ് യഥാർത്ഥത്തിൽ നട്ടലൊടിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെയാണ്. അത്തരത്തിൽ ഈ ഒരു ഫീസ് വർധന ഉണ്ടായാൽ തന്നെ ഒരു 1% അല്ലെ 2% ഒരു വർധനവ് സാധാരണ നിലയിൽ ഉണ്ടാവേണ്ടതാണ്. ഇത് അങ്ങനെയല്ല. ഇത് 3 ഇരട്ടി 4 ഇരട്ടി അധികം ഫീസുകളൊക്കെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതായത് ഈ ഫീസുകൾ കണ്ടെത്താനുള്ള, ഈ തുക കണ്ടെത്താനായിട്ടുള്ള സാമ്പത്തിക ശേഷി പലർക്കുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ABVP അടക്കമുള്ള സംഘടനകളൊക്കെ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത്. നിലവിൽ ആദ്യഘട്ടത്തിൽ ഇത്തരം ഫീസ് വർദ്ധിപ്പിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം അക്കാദമിക് കൗൺസിൽ എടുത്തതിന് ശേഷം ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് ഇത് മരവിപ്പിക്കാനുള്ള തീരുമാനം ആദ്യഘട്ടത്തിൽ ഇവർ കൈക്കൊണ്ടെങ്കിലും പിന്നീട് അത് മാറ്റി ഈ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ള ഫീസ് അടുത്ത വർഷം തൊട്ട് വാങ്ങുന്നതിനേക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനം വീണ്ടും ഇവർ എടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ABVP സമരത്തിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും ഫീസ് വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ കൃഷിമന്ത്രിയെ അടക്കം വഴിയിൽ തടയുന്ന സമരത്തിലേക്ക് പോകുമെന്ന് ABVP മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശരി സാനു.